പ്രധാന നേതാക്കളടക്കം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരടക്കം കള്ളവോട്ട് ചെയ്തു എന്നാരോപിച്ചുകൊണ്ട് അതിൻ്റെ ചില ദൃശ്യങ്ങൾ ക്യൂവിൽ നിൽക്കുന്ന അടക്കമുള്ള ചില ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. 7ഓളം പേരുടെ ചിത്രങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ട്. തുമ്പോൾ സഹകരണ ബാങ്ക് ഞങ്ങൾക്ക് കള്ളവോട്ട് ചെയ്യേണ്ട കാര്യമില്ല. 35 വർഷമായിട്ട് ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന ബാങ്കാണ്. അവിടെ ഞങ്ങൾക്ക് ജയിക്കാനുള്ള മെമ്പർഷിപ്പും ഉണ്ട്. ഞങ്ങൾ ഉള്ള സംഘങ്ങളെല്ലാം ഞങ്ങളുടെ മെമ്പർഷിപ്പ് ഞങ്ങൾക്കുണ്ട്. പിന്നെ അവിടെ ഞങ്ങളുടെ കൂടെയുള്ളതെല്ലാം പാവപ്പെട്ട കർഷക തൊഴിലാളികളും പാവപ്പെട്ടവരുമാണ്. ഇപ്പോഴത്തെ സഹകരണ നിയമം അനുസരിച്ച് സംവരണം തന്നെ 6 വാർഡിൽ 11 6 വാർഡ് സംവരണമാണ്. എന്നിട്ട് സ്വാഭാവികമായും പാവപ്പെട്ടവർക്ക് ഈ വോട്ട് ചെയ്യാൻ അറിയാൻ വയ്യാത്തവരുണ്ട്. അങ്ങനെ വോട്ട് ചെയ്യാൻ അറിയാൻ വയ്യാത്ത ആളുകളെ ഞങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തകരുടെ കൂടെ പോയി സഹായിക്കാറുണ്ട്. ആ രീതിയിലാണ് അവിടെ പാർട്ടി നേതാക്കന്മാർ പോയിട്ടുള്ളത്. അതവർ അവർ വിവരങ്ങളിലല്ലേ പോകാൻ പറ്റുള്ളൂ. അവർ മറ്റവരെയും കൂടെ വോട്ടർമാരെയും കൂടെ കൊണ്ടുപോയാൽ പോകുന്നത്. അവിടെ പാർട്ടി പറട്ടെ, അത് സ്വാഭാവികമായിട്ടും അതിനേക്കാൾ കൂടുതൽ പിന്നെ ആളുകളെ പങ്കെടുപ്പിക്കും. അവിടെ കലാപം ഉണ്ടാക്കാൻ ആ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി DCC പ്രസിഡന്റ് നേരത്തെ തന്നെ കത്ത് കൊടുത്തിരുന്നു. അത് നിങ്ങൾ ഉണ്ടല്ലോ. അത് സ്വാഭാവികമായി സംഘം അവിടെ പ്രദേശത്തുള്ള പാർട്ടി പ്രവർത്തകരോട് വരും. അത്രേ ഉള്ളൂ. DCC പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് എന്താ? ആ ബ്ലോക്കിലെ ജില്ലയുടെ ഭാഗത്തു നിന്ന് എല്ലാവരും വരണമെന്നും ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. അവിടെ വന്ന് കലാപം ഉണ്ടാക്കാൻ വേണ്ടി DCC പ്രസിഡന്റ് കത്ത് എല്ലാവർക്കും കൊടുത്തിരിക്കുകയാണ്. ഇവിടെ കലാപം ഉണ്ടാക്കാൻ വരുന്നവരാരും വോട്ട് ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത്. ഇല്ല. ഞങ്ങൾക്കവിടെ നിങ്ങളിത് കണ്ടില്ലല്ലോ. കോൺഗ്രസിൻ്റെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കിരൺ ആണ്ടേ ആരുടെ പേരിലാണ് വോട്ട് ചെയ്തേക്കുന്നത്? ടിൻഡു ജോണിൻ്റെ പേരിലാണ് അദ്ദേഹം വോട്ട് ചെയ്തേക്കുന്നത്. അതെന്താ നിങ്ങൾ കാണാതെ പോയത്? ആണ്ടേ കിരൺ ബ്ലോക്ക് പ്രസിഡൻ്റാണ്. അടുത്ത മനോജ് കുരമ്പാല മണ്ഡലം പ്രസിഡന്റ്, മിൽവ ജീവനക്കാരനുമാണ്. അദ്ദേഹം പാപ്പച്ചൻ്റെ പേരിലാണ് വോട്ട് ചെയ്തേക്കുന്നത്. എന്നാ നോക്ക്, ഈ വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളതാണോ അതോ കാർഡേ ഉള്ളൂ? അല്ലല്ല, വോട്ട് ചെയ്തേക്കുന്നത് അയാൾ വേറെ പേരിൽ. അവരാണ് അവിടെ കള്ളവോട്ട് ചെയ്തത്. ഞങ്ങൾ ചെയ്തിട്ടില്ല. സതീശൻ ഇന്നലെ വന്നിട്ട് പറഞ്ഞ CPM 21ാമത്തെ ബാങ്കാണ് ഇങ്ങനെ കള്ളവോട്ട് ചെയ്ത് പിടിച്ചെടുക്കുന്നതെന്നാണ് പറഞ്ഞത്. ആരോപണം ഉന്നയിച്ചത്. സതീശനെ പറ്റി വേണ്ട ധാരണയില്ലാത്തതുകൊണ്ടാണ്. പറയട്ടെ, ഇപ്പോൾ അവിടെ നടന്ന മണ്ഡലി അവിടെ UDFന് 400 വോട്ടാണ് കിട്ടുന്നത്. UDFന് വോട്ട് ചെയ്ത് വോട്ട് പറയുന്നതിനെന്താ ഞങ്ങളാണ് ഉത്തരവാദി? LDF കള്ളവോട്ട് ചെയ്തെന്ന് അയാൾ പറയുന്നു. പക്ഷേ UDFന് എന്താ വോട്ടില്ലാത്തത്? 400-300 വോട്ടുള്ള പിന്നെ പാനലായിട്ട് UDF വരുന്നത് എന്താ? കാരണം UDFകാർക്ക് അവിടെ വോട്ടില്ലാത്തതുകൊണ്ടാണ് അവർ വരുന്നത്. പിന്നെ അവിടെ കലാപത്തിന് അവിടെ ഏഷ്യനെറ്റ് രാവിലെ വന്നപ്പോൾ അവിടെ സമാധാനപരമായ വോട്ട് നടക്കുമായിരുന്നു. സമാധാനപരമായ വോട്ട് നടന്നപ്പം അവിടെ ഈ കുഴപ്പങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത് കോൺഗ്രസ്സാണ്. അവിടെ പോലീസിനെ അടിക്കുന്നത് ഞങ്ങളുടെ ആദ്യം ഒരു കാരണവുമില്ലാതെയാണ് ഞങ്ങളുടെ 2 പ്രവർത്തകരെ അടിച്ചു. രാവിലെ അടി ഉണങ്ങുന്നത് അവരാണ്. ഞങ്ങളുടെ പിന്നെ ശ്രീഹരിയെയും അതുപോലെ സന്ദീപിനെ DFIയുടെ സെക്രട്ടറി പ്രസിഡന്റിനെ ഏരിയ പ്രസിഡന്റിനെ അവരാണ് അടിച്ചത്. ഒരു കാര്യമില്ലാതെ അടിച്ചത്. ഈ MS രഞ്ജു ജില്ലാ വൈസ് പ്രസിഡന്റ് രഞ്ജു ആക്രമിക്കുന്ന DYFI പ്രവർത്തകരാണ് ആ പറഞ്ഞത്. ബ്ലോക്ക് പ്രസിഡന്റ് കണ്ടില്ലേ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്? പോലീസ് അടഞ്ഞിട്ട് അവർ നേരത്തെ തന്നെ അവിടെ കലാപം ഉണ്ടാക്കാനുള്ള ആസൂത്രിതമായ പരിശ്രമം നടത്തിയിട്ടുണ്ട്. രാവിലെ ഒരു കാര്യമില്ലാതാണ് ഞങ്ങളുടെ പ്രവർത്തകരെ അടിച്ചു. ആണ്ടേ ഇയാൾ നോക്ക്, ഞങ്ങളുടെ പ്രവർത്തകരെ അടിക്കുന്നത് ഈ രഞ്ജു. ഒരു കാര്യമില്ലാതെ അവിടെ അടിച്ചത് അവരാണ്. അവരടിച്ചിട്ട് പിന്നെ പറയുകയാണ് അവർ പോലീസിനെ അടിച്ചു. ഈ രേഖകളെല്ലാം വ്യക്തമായ രേഖകളാണ് ഉള്ളത്. ഇതിൽ മറ്റൊരു വലിയ പ്രശ്നമേ പത്തനംതിട്ടയിൽ ഒരു ബാങ്കിലുണ്ടായ ഒരു പ്രശ്നത്തെ തുടർന്ന് ഇതുവരെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് സർക്കാരിന് നൽകിയിരുന്ന പിന്തുണ, കരുവന്നൂർ വിഷയത്തിൽ അടക്കം നൽകിയിരുന്ന പിന്തുണ പിൻവലിക്കുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്.
തുമ്പോണ ഡെപ്പോസിറ്റുകൾ പിൻവലിച്ചു തുടങ്ങി. കള്ളവോട്ട് ചെയ്ത് പിടിച്ചെടുത്ത ബാങ്കുകളിലെ ഡെപ്പോസിറ്റ് പിൻവലിക്കുന്നത് ആലോചിക്കുമെന്നും പറഞ്ഞു. പറയട്ടെ, അതൊക്കെ പിന്നെ അതെല്ലാം അവർക്ക് അവരുടെ പാർട്ടിയുടെ പ്രവർത്തനം നടന്നില്ലെങ്കിൽ ഞങ്ങൾ അതിനൊന്നും എതിരല്ല. അവിടെ ബാങ്കുകളിൽ ഡെപ്പോസിറ്റ് ചെയ്തേക്കുന്ന ഓരോ പ്രദേശത്തും ഓരോരുത്തരാണ്. അത് കോൺഗ്രസ്സുകാർ മാത്രമല്ലല്ലോ. അപ്പോൾ സതീശൻ പറഞ്ഞ എല്ലാവരും പിൻവലിക്കും. പക്ഷേ ഈ സഹകരണ മേഖല പ്രതിസന്ധി നേരിടുന്ന ഒരു ഘട്ടത്തിൽ എല്ലാവരും കൂടിയല്ലേ മുന്നോട്ട് പോകേണ്ടത്? അത് അവരല്ലേ തീരുമാനിക്കുന്നത്. ഇവിടെ കലാപം ഉണ്ടാക്കുന്നതിന് രാവിലെ കലാപം ഉണ്ടാക്കാൻ DCC പ്രസിഡന്റ് നോട്ടീസ് എടുത്ത് ജില്ലയിലെ ആളുകളെല്ലാം വിളിച്ചു കൂട്ടി. അവിടെ ഒരു കാരണവുമില്ലാതെ രാവിലെ അടി തുടങ്ങുമായിരുന്നു. എന്നിട്ട് പോലീസിനെ അടിച്ചു. പോലീസിനെ അടിക്കുന്നതിന് പടമുണ്ടല്ലോ. അവിടെ എന്തിനാണ് ഏഷ്യാനെറ്റ് രാവിലെ വന്നപ്പോൾ അവിടെ സമാധാനപരമായിട്ട് വോട്ട് ചെയ്യുന്ന അവർ പറഞ്ഞത്. സമാധാനപരമായ വോട്ട് നടന്നത് ഒരു കാരണവുമില്ലാതെ അടി ഉണ്ടാക്കുമായിരുന്നു. അടി ഉണ്ടാക്കിച്ച് പിന്നെ അവർ പറയുകയാണ് അവർ കളയോട്ട് ചെയ്തെന്ന്. ഈ ബാങ്കുകളിലൊക്കെ നിങ്ങൾ മനസ്സിലാക്കും, അവിടെ അടവ് നടന്ന ബാങ്കുകളിലെല്ലാം 300-ഉം 400-ഉം അതിൽ പിന്നെ 4000 വോട്ടം കണ്ട് നടന്ന് പിന്നെ നെടുമണ്ണ് മാത്രമാണ് 1000 വോട്ട് കിട്ടിയത്. ബാക്കിയെല്ലാം 300-ഉം 400 വോട്ട് കിട്ടുക. എന്നിട്ട് പറയുക എന്താണ് കോൺഗ്രസ്സുകാരൊന്ന് വോട്ട് ചെയ്യാത്തേ? സതീശൻ കോൺഗ്രസ്സുകാരെ കൊണ്ട് വോട്ട് ചെയ്യിക്കുക, അവരുടെ വോട്ട് കൊണ്ട് ചെയ്യും. നമുക്ക് ഈ അവിടെ ഈ തുമ്പമണ്ണിലെയും മറ്റ് കോൺഗ്രസ്സുകാർ ഇതുപോലെ വോട്ട് ചെയ്യാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന ഫോട്ടോസോ വീഡിയോസോ എന്തെങ്കിലും അതല്ല ഇതല്ലോ. അല്ല, അതെല്ലാം പുറത്തുള്ളതും അതല്ല. ഈ ഇടതുപക്ഷം ഈ കോൺഗ്രസും ഒക്കെ ഇത്രയും പ്രയാസപ്പെട്ട് ഈ ബാങ്കെല്ലാം പിടിക്കുന്നത് രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്. ഈ ബാങ്കുകളെങ്ങനെ പിടിക്കുക, അത്രയും വാശിയോടെ പിടിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾ എന്തോ അതിൻ്റെ ഒരു കാര്യം? ബാങ്കുകൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബാങ്കുകൾ, ഞങ്ങൾ ഭരിക്കുന്ന ബാങ്കുകളാണ്. ഞങ്ങൾ പിടിക്കാനൊന്നും പോയില്ല. പറയട്ടെ, ഞങ്ങൾ UDFൻ്റെ കയ്യിരിക്കുന്ന ഒരു ബാങ്കും പിടിക്കാൻ ഇപ്പോൾ പോയിട്ടില്ല. ഇപ്പം ഞങ്ങൾ ഭരിക്കുന്ന ബാങ്ക് മാത്രമേ ഉള്ളൂ. അത് ഞങ്ങളൊന്നും ചെയ്തില്ല. ഞങ്ങളത് പിടിക്കാൻ പോയില്ലല്ലോ. അത് അവ എല്ലാവരോടും ആലോചിക്കേണ്ടതാണ്. ഞങ്ങളൊരു ബാങ്കിൻ്റെ പറയട്ടെ, പത്തനംതിട്ട ബാങ്ക് തന്നെ പ്രതിസന്ധി ആയപ്പോൾ ഞങ്ങളൊരു ബാങ്കിൻ്റെ മുന്നേ സന്ധ്യാഗ്രത പോയില്ല. അപ്പോൾ പഴവങ്ങാടി ബാങ്ക് ഞങ്ങളവിടെ മത്സരിക്കണമെന്ന് തന്നെ പിന്നെ ആലോചിക്കുന്നില്ല. അന്നേരം അവരാണ് ആലോചിക്കുന്നത്. ഞങ്ങളവിടെ പിന്നെ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു ബാങ്കിലും പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. സഹകരണ മേഖല തകർന്ന ഏറ്റവും കൂടുതൽ ബാധിക്കാത്ത ജനങ്ങളെയാണ്. ഒരു സമാജത്തിലേക്ക് എത്തും. മൈലപ്പറയെന്ന് മൈലപ്പറയെന്ന് പറയുന്നത് പറഞ്ഞ പോലെ വലിയൊരു തോതിൽ നിക്ഷേപമൊക്കെ പിൻവലിച്ചു കഴിഞ്ഞാൽ ബാങ്കുകൾ തകർച്ചയിലേക്കേ പോകുള്ളൂ. അതെല്ലാവരും വളരെ സഹകരണ മേഖല നിലനിർത്തണമെന്ന് നമ്മൾ മാധ്യമപ്രവർത്തകരും എല്ലാവരും ആലോചിക്കണം. പിന്നെ ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ സഹകരണ മേഖലയിൽ എന്ന് പറയുമ്പോൾ പ്രതിസന്ധിക്ക് പല കാരണങ്ങളുണ്ട്. ഒന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2016 നോട്ട് നിരോധനം സഹകരണ മേഖലയെ നല്ലപോലെ ബാധിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ 1 ലക്ഷം രൂപ വിലയുണ്ടായിരുന്ന വസ്തു അവർ പിന്നെ വാല്യുവേഷൻ വരുമ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് 50,000 രൂപ ലോൺ കൊടുത്തു. ഇന്നത് വിറ്റാൽ 30,000 രൂപ കിട്ടില്ല. നിങ്ങളിന്നിപ്പോൾ പ്രദേശങ്ങളിലൂടെ പോകുമ്പോൾ കാണാൻ കഴിയും എല്ലായിടത്തും വസ്തു വിൽക്കാനുണ്ടെന്ന്. ഒരാൾ പോലും വസ്തു വാങ്ങിക്കാനില്ല. അതാണ് വസ്തുവിൻ്റെ വിലയെല്ലാം കുറഞ്ഞു. അത്ര സഹകരണ ബാങ്കുകൾ ഈ ലോൺ കൊടുത്തത് അവർക്ക് ഇപ്പോൾ ലേലം ചെയ്താൽ പോലും അത് തിരിച്ചു പിടിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് നോട്ട് നിരോധനമാണ് ഈ സഹകരണ ബാങ്കിൻ്റെ ഒരു പ്രതിസന്ധി. സഹകരണ ബാങ്കുകൾ വിടുന്നതിനായിട്ട് അങ്ങയുടെ നേതൃത്വത്തിൽ കള്ളവോട്ട് ചെയ്യുന്നതിനായിട്ട് പ്രത്യേക ടീം പ്രവർത്തിക്കുന്നു എന്നുള്ള ആശയം കൂടി ഇന്നലെ VD സതീശൻ പറയുന്നതെല്ലാം ശരിയാണെങ്കിൽ പിന്നെ അവർ രാഷ്ട്രീയ പാർട്ടി അവരുടെ ആരോപണം പറയുന്നു. പക്ഷേ അവർ അവിടെ കലാപം ഉണ്ടാക്കുന്നതിനെ പറ്റി ഈ കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിയതിന് പൂർണ്ണം ഞങ്ങളവിടെ പ്രശ്നം ഉണ്ടാക്കിയില്ല. ഞങ്ങളുടെ 2 സാക്കളെ 3 വരെ അടിച്ചു. ഞങ്ങളടിച്ചിട്ടും ഞങ്ങൾ പിന്നെ തിരിച്ചടിക്കാൻ പോയില്ല. പ്രമാണ പഞ്ചായത്തിലെ ഒരു പാറമട കാമ്പാടിയിൽ ഈ പാറമടയിൽ നമ്മൾ ഏഷ്യാനെറ്റ് വാർത്ത ചെന്നപ്പോൾ ഈ ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ നമ്മളോട് പരസ്യമായിട്ട് പ്രതികരിക്കുകയാണ്. ഞങ്ങൾ 4 ബ്രാഞ്ചിലുള്ള ആളുകളെല്ലാവരും പ്രസ്ഥാനമായിട്ട് മാറി നിൽക്കുക. അവർ പറഞ്ഞതാണ്. പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി അങ്ങനെ പറയത്തില്ലല്ലോ. അപ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട കാര്യം അവിടെ ഒരു പരിപാടി നടന്നു. രാജഗോപുരമാണ് ഉദ്ഘാടനം ചെയ്തത്. അവിടെ ടിപ്പർ ടോറസ് തൊഴിലാളികൾക്ക് പണി പോകുന്നത് സംരക്ഷിക്കണമെന്ന് പറയുന്നുണ്ടാണ്. ഈ വയനാട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടായി നിൽക്കുന്ന സമയത്ത് നാട്ടുകാർ മൊത്തവും പ്രശ്നമായ സമയത്ത് പരിപാടി നടത്തി. ആ നടത്തിയ ബ്രാഞ്ച് സെക്രട്ടറി പറഞ്ഞത് 4 ബ്രാഞ്ച് ഒന്നിച്ച് ആവശ്യപ്പെട്ടു ഏരിയ ഘടകത്തോട് നടത്തരുത്, അതിനെ പങ്കെടുക്കരുത്. അത് കേൾക്കാതെ വന്നു. ഞങ്ങളെല്ലാം രേഖാമൂലം പറയട്ടെ, അവരങ്ങനെ രേഖാമൂലം ആരോടും പറഞ്ഞില്ല രാജപുരം പങ്കെടുക്കരുതെന്ന്. എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നു. രാജപുരം പങ്കെടുക്കരുതെന്ന് പറയുന്നത് പോകത്തില്ലായിരുന്നു.
നമ്മൾ ഔദ്യോഗികമായിട്ട് നമ്മളെ അറിയിച്ചില്ല. ഇല്ല, അത് അറിയിച്ചില്ല. അതിപ്പോൾ എങ്ങനെ പരിഹരിക്കും ഇനിയിപ്പോൾ അവിടെ രാജിവെച്ച ആരും വച്ചിട്ടില്ല, രാജിയൊന്നുമില്ല. അത് ഞങ്ങൾ കണ്ട അവരെ പരിഹരിക്കും. നമ്മളങ്ങനെ പറയില്ല. ഇത് കോറി ഇറക്കുന്നത് നമ്മളല്ലല്ലോ, പാർട്ടിയല്ലല്ലോ. അത് ഒരുപാട് സംവിധാനങ്ങളില്ലേ. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഏതാണ്ട് 512 കോറിയേ ഉള്ളൂ. നമ്മുടെ ജില്ലയിൽ തന്നെ ഏതാണ്ട് 10-50 കോറി ഉണ്ടായിരുന്നു. ഇപ്പം 7-8 കോറിയെ പ്രവർത്തിക്കുന്നുള്ളൂ. ഇപ്പം അതിൻ്റെ നിബന്ധനകളെല്ലാം വളരെ സ്ട്രിക്റ്റ് ആക്കിയതിൻ്റെ ഫലമായി ഏതാണ്ട് കോറികളെല്ലാം ഭൂരിപക്ഷ കോറികൾ ഇപ്പം നിന്നിരിക്കുക. ഇപ്പോൾ കോന്നി തന്നെ എത്ര ഉണ്ട്? 2-3 കോറിയേ ഉള്ളൂ. കോറിയെല്ലാം നിന്നിരിക്കുക. കോറിയോട് അങ്ങനെ പ്രത്യേകിച്ച് സ്നേഹമൊന്നുമില്ല. അവിടെയുള്ള നേതാക്കളൊക്കെ അദ്ദേഹത്തെ നേരിട്ട് ബന്ധപ്പെട്ട് അറിയിച്ചിരുന്നു കൂടി പറയുന്നു. ഇല്ലില്ല, രാജു പങ്കെടുക്കരുതെന്ന് അറിയിച്ചിരുന്നത്. അത് തൊഴിലാളികൾ, അവരുടെ ഇപ്പോൾ തൊഴിലാളികളാണ്. അവർക്ക് ജോലി ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ സ്വാഭാവികമായിട്ട് അവരവരുടെ പിന്നെ ഓണം അടിത്ത് അവർക്ക് ജോലിയില്ല എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് അവരവരുടെ കാര്യം പറഞ്ഞു. അത്രയും ഒരു ചോദ്യമുണ്ട്. ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ മർദ്ദനം കിട്ടിയ ഡിവൈഎഫ് പ്രവർത്തകർ പരാതി എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ പോലീസിൽ? അവർ പോലീസ് വരെ കൊടുത്തിട്ടുണ്ട്.